guys, welcome to another vlog. Another. ഓ അങ്ങനെ ഞാൻ വെച്ചതിന്റെ പേര് മാറ്റിയത്. ചിന്നാന്നുള്ള പേര് മാറ്റിട്ട് അനാഥോ. അല്ല ഞാൻ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്, എല്ലാവർക്കും സുഖമാണ് അങ്ങനെ പറഞ്ഞു ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പോ ഉള്ളത് ദുബായ് മാളിലാണ്. ഞാൻ ഒരുപാട് തവണ ദുബായ് മാളിൽ വന്നിട്ടുണ്ട്, ഒരിക്കൽ പോലും എനിക്ക് വ്ളോഗ് എടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മള് ബാക്കി പറ അതെന്ന് പറയുമ്പോ അവള് രാവിലെ എണീക്കാത്ത കൂട്ടത്തിലായോണ്ട് ദുബായ് സമയത്ത് ദുബായും കണ്ടിട്ടില്ല, ദുബായിയുടെ മാളും കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് നേരത്തെ എണീക്കല. ഇന്ന് പോവാണല്ലോ, ഇന്നലെ നമ്മള് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഫൗസി പോണോണ്ട് ഇന്ന് ദുബായ് മാളൊക്കെ ഒന്ന് കാണിക്കാം. അവള് പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ കുറച്ച് വെറൈറ്റി ഐറ്റംസ് വെറൈറ്റി എന്തൊക്കെയോ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഞാനും കാണട്ടെ. അങ്ങനെ വെറൈറ്റി വന്നപ്പോ ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. താഴോട്ട് ഇറങ്ങാൻ പറ്റുവാണെന്നാണ് ഞങ്ങളെ കാണിക്കാം. ഇത്രയും വർഷമായി ഇവിടെ വന്നിട്ട് ഈ സാധനം കണ്ടിട്ടില്ല. ഓ തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോകുമ്പോ എന്തെന്ന് കൊറേ മറ്റേ ലൈറ്റ് ഒക്കെ തൂക്കിയിട്ടേക്കുന്നത് നമ്മള് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചൈന ടൗൺ ആണ്. ഇത് വന്നിട്ടുണ്ട് പല ആൾക്കാർ. അവിടെ എന്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു? നമുക്ക് അങ്ങോട്ട് പോവാം. ഫ്രീ ആയിട്ട് എന്തോ കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് പോയിട്ട് ബാക്കി സംസാരിക്കാം. ഓടിപ്പടിച്ച് നമ്മളിതാണ്ട് ചൈന ടൗണിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്താണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കണ്ടല്ലോ, വാങ്ങിച്ചിട്ടേ പോണ്ടുള്ളൂ. ഏതായിരുന്നു ആ ഷോപ്പ്? അയ്യോ, മെകളിൽ നിന്നപ്പോ കണ്ടതാണേ. താഴെ എത്തിയപ്പോ ഏതാ ഷോപ്പ് എന്ന് മറന്നുപോയി. ഏതാടാ വർഷവനെ, ഇപ്പൊ കേറി കുടുങ്ങിയല്ലോ. ഒക്കെ ചോദിച്ചാൽ ഇവിടെ എന്താ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളത്? ഇവിടെ നോക്കുമ്പോ മേളിൽ കാണണ്ടേ? ആ മുകളിൽ എവിടെയാണോ? എന്താ അങ്ങോട്ടോ? ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതിനകത്തോട്ട് വരുന്നത്. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ചൈനക്കാരുടെ സാധനങ്ങളായിരിക്കും. പക്ഷെ മോളെ ഇതിനകത്തുള്ള എന്ത് സാധനം എടുത്ത് ഞാൻ നോക്കിക്കേ. അപ്പൊ നിന്നെ കൊടുക്ക അവിടെ ഒന്നും കിട്ടൂല. ചൈനയായിട്ട് എന്നെയും എന്റെ കൂടെ നിന്നെയും കൊടുത്താലും ഒന്നും കിട്ടൂല. കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഓപ്പൺ സ്റ്റോർ ആണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഓൾമോസ്റ്റ് ഓപ്പൺ ആണ്. ഷോപ്പ് ആയിട്ടല്ല, ഓപ്പൺ സ്റ്റോർ ആണേ. എന്നാലും അത് ഓക്കെ ഇവിടെയാണ്. ഇങ്ങോട്ട് ബാട്ട കുട്ട എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അപ്പൊ അവര് പറയും സോറി, അതിവിടെ കഴിച്ചിട്ട് പോയ ആൾക്കാർക്ക് ഞങ്ങൾ ബില്ല് കൊടുത്തതാണ്. ഇവിടെ ഒന്നും ചുമ്മാ ഇട്ടുന്നല്ല. അവിടെ പൈസ കൊടുക്കണം. ആകെപ്പാടെ ഒരു സൂപ്പുള്ള അത് ജസ്റ്റ് ട്രൈ ആക്കാൻ തരുന്നതാണ്. ഞാൻ ചമ്മി പോയെന്നൊക്കെ സാരല്ല. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, എന്റെ ചെറുക്കൻ ഇവിടെ ഇങ്ങനെ പാക്കെല്ലാം പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു Here's our sponge for you, ma'am. Thank you. Oh my God, really? Seriously? Thank you so much. Thank you. ഞാൻ വെറുതെ പറഞ്ഞു, എനിക്ക് വയ്യ. എങ്ങനെയുണ്ട്? Yes, ma'am. Be careful, it's hot. Yeah, sure. Thank you. ഇത് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ നല്ല സൂപ്പാണ്. Hi, sir. മഷ്റൂം അല്ലേ? മഷ്റൂം ഇല്ല. വാങ്ങിച്ചോ? Thank you. It's hot, ma'am. Be careful, ma'am. കണ്ടോൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിന്. കാണിക്ക്. Is this mushroom soup? I don't like actually. I'm so sorry. I will try this one. This one mushroom, right? Thank you. ടൊമാറ്റോ ഞാൻ കുടിക്കുമ്പോ ആലോചിക്കുന്നുണ്ട് ഇത് എന്തിനാ ഏത് രാജ്യത്തെ മഷ്റൂം? കടൽ വെള്ളത്തിന്റെ മണം. എപ്പിട്രാ ഞാനത് ഓൾറെഡി പറഞ്ഞു കടൽ വെള്ളം ഒന്ന് കളയണ്ട, അങ്ങനെ ചുണ്ടി പിടിച്ചോ.
ഒരുപാട് നൈസ് ആയിട്ടുണ്ട് ഇവിടെ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ കയറുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഏരിയ നല്ല രസമുണ്ടല്ലേ. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടുന്ന് പറക്കിക്കൊണ്ടോ നമ്മക്കേ തോന്നുന്നുണ്ട് പറക്കാൻ. ഇത് പറക്കി കഴിഞ്ഞാൽ ഇവര് നമ്മളെ പിറക്കിന്ന് വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറക്കാത്തതാണ് ഗൈസ്. അപ്പൊ നമുക്ക് സ്ഥലം വേണം, ഞങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റൊക്കെ കിട്ടി. അതെ പൊളിച്ച്. അവ ഇറങ്ങാം ബാസ്. ഗൈസ് നമ്മൾ അതിന്റെ മണ്ടയ്ക്കാ നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ തപ്പി പിടിച്ച് വന്നിന്. അങ്ങനെ ഇവിടുന്ന് കയറി ഫ്രീ ഗിഫ്റ്റ് വാങ്ങിച്ചു. ആൻഡ് കറങ്ങി വന്നപ്പോ ഇതാ മെകളിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ചൈന ടൗൺ. അധികം ആൾക്കാർക്ക് അറിയാം. ദുബായിലുണ്ടായിട്ട് ദുബായ് മാളിൽ വന്നിട്ട് ഇത്രയും കാലമായിട്ട് നമ്മളിത് കാണാതെ പോയി. എന്തോരം പാവങ്ങളാ എന്റെ മുന്നേ. ഇങ്ങനൊരു സാധനം ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പറക്കിയേനെ. ഐ ലവ് ദുബായ്. ഇഷ്ടംപോലെ തൗസൻഡ്സ് ഓഫ് കുട്ടിക്കുട്ടിയാണ് കേട്ടോ. കുട്ടിക്കുട്ടി ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കാനുള്ള മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും കുട്ടിക്കുട്ടിയാന്ന്. ഭയങ്കര ക്യൂട്ട് കുറേ പാവകൾ. അരമണിക്കൂർ ഞങ്ങൾ അതിനകത്ത് നടന്ന് തെണ്ടി തിരിഞ്ഞ് വീഡിയോസൊക്കെ എടുത്ത് ഫൈനലി ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തിനോ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി. ഇതായിരുന്നു ഞങ്ങൾ പുറത്തിറങ്ങിയ വെയില്. ഭയങ്കര വെയില്. അവസാനം ബുർജ് ഖലീഫ കാണാൻ ഇറങ്ങിയല്ല കേട്ടോ, ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്. ഇവിടെ വരുമ്പം ഞാൻ മോസ്റ്റ്ലി ചൂസ് ചെയ്യാറുള്ളത് നാൻഡോസ് ആണ്. അപ്പൊ ഇന്ന് എനിക്കിഷ്ടമുള്ള വേറൊരു ഫുഡും കൂടെ ഹൗസിക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. കുട്ടി എവിടെ? ഈ കുട്ടിയൊന്നും കേട്ടില്ലേ? പിന്നെ ഞാൻ ആർക്കും ഇതൊക്കെ പറഞ്ഞ് തള്ളിയത്? ഞാൻ നിന്നോടല്ല പറയുന്നത്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ ഞാനും. എനിക്ക് ചിരി വരുന്നത്. അയ്യോ ഞാൻ ഇറങ്ങാറില്ല. ഞാൻ വേലുള്ള സമയത്ത് ഇറങ്ങാറില്ല. അതെ നമ്മൾ കരിഞ്ഞു പോകും. നമ്മൾ സായികുമാരെ പോലെ അല്ലല്ലോ. അതെ അതെ. ഞാൻ നാൻഡോസ് തപ്പി ഇറങ്ങിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഷോർട്ടിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ബുർജ് ഖലീഫിന്റെ താഴെ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു റെസ്റ്റോറൻറ്റ് എന്ന്. ആ സെയിം റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്കെന്തോ അത് കഴിക്കാനൊരു മൂഡ്. അപ്പം അവൾക്കൂടെ അത് വാങ്ങിച്ചെടുക്കാന്ന് വിചാരിച്ചത്. ആളത് കഴിച്ചിട്ടില്ല. അപ്പൊ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോട്ടെ വിചാരിച്ച്. അധികം ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അധികം ആൾക്കാരുടെ ഇടയിൽ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു സാധനം ഭയങ്കര റെയർലി മാത്രമാണ് ആൾക്കാരുടെ വീഡിയോസിലേക്ക് കാണാറുള്ളത്. ബട്ട് നല്ലൊരു ചോയ്സ് ആണ്. കഴിക്കാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് നാൻഡോസ്. ഫുള്ളാണല്ലോ. സീറ്റ് കിട്ടിയതിനു ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ വഴി പറയുന്നതായിരിക്കും ഗൈസ്. മഞ്ഞക്കൊടി വെച്ച് ഉദ്ദേശിക്കുന്നവര്? മഞ്ഞക്കൊടി എനിക്കറിയാൻ പാടില്ല. വെള്ളക്കൊടിയാണെങ്കിൽ സമാധാനത്തിന്റെ ആണെന്ന് തോന്നുന്നു. ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. അതിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്തിപ്പോൾ ഉള്ളത്. സന്തോഷിക്കുമേ. ഇത് എനിക്കിതിന്റെ പേരൊക്കെ സമയത്തിന് പറയാൻ വായി കിട്ടുന്നില്ല. ചിക്കൻ ലിവർ പോർച്ചുഗൽ റോൾ. യെസ്, അതാണ് ഈ സാധനം. അതിന്റെ അപ്പുറത്തിരിക്കുന്നത് ഹുമ്മൂസ് വിത്ത് ഷ്രെഡഡ് ചിക്കൻ ആണ് വിത്ത് പീറ്റ ബ്രെഡ്. അതിനപ്പുറത്തിരിക്കുന്നത് ഞാൻ നീര് സാധനം ഇതിൽ ഒഴിക്കാണ്ട് തന്നെയാണ്. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. നമുക്ക് അതിന് മുമ്പ് ഇത് കൈവെക്കാം, അല്ലെങ്കിൽ അത് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല ടേബിളിൽ. ഓൾറെഡി ഇവളുടെ 4 ഫോണ്, എന്റെ 3 ഫോണ്, കുറേ പ്ലേറ്റ്സ്. അപ്പോൾ എവിടെ തുടങ്ങി നമ്മള്? നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. കൊടിന്ന് തുടങ്ങാം. കൊടി അങ്ങ് പറിച്ച് കളഞ്ഞോ? എടി ചിക്കനാടി കുത്തി കഴിക്കാനോ സാധനം? അങ്ങനെയൊന്നുമില്ല. എക്സ്ക്യൂസ് മീ, ഇപ്പൊ മനസ്സിലായിരുന്നു. കൊടി വെച്ചിരിക്കണം എന്താന്ന് മനസ്സിലായി. കുത്തി കഴിക്കാനായിരുന്നു. അതെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിച്ചു തുടങ്ങാം. എന്തുവാ കുട്ടി ചെയ്യുന്നേ? ഞാനിതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ വേണ്ടല്ലോ ബട്ടർ. ഐ ലൈക്ക് ബട്ടർ. എനിക്ക് ചുമ്മാ പിന്നെ ഇഷ്ടാ. നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതും വന്നോ? നമ്മുടെ അടുത്ത ഐറ്റം അതിവേഗത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഗാർലിക് ബ്ലേഡ്. ഇന്നെല്ലാം കൂടെ കഴിച്ചതേ ഉള്ളൂ. ഇതിന്റെ അല്ലാട്ടോ പിസ്സായിട്ടൊന്ന്. ചിക്കന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോട്ടെ. നമുക്ക് ആദ്യം ഇതിലോട്ടേക്ക് ഇടാം. അതെ, ചോളം 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 ചോളം
എന്താലേ കഴിക്കൂ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ കഴിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം. സൂപ്പറാ. മണവും രുചിയൊന്നും അറിയുന്നില്ല. സീരിയസ്ലി ഉണ്ട്, ഇതെല്ലാം അടഞ്ഞുപോയി. സത്യം ടേസ്റ്റ് അറിയുന്നില്ല. ആ ഇപ്പൊ അറിയുന്നുണ്ട്. ആ ഭാഗ്യം. കൊള്ളാട്ടോ. ഐ ലൈക്ക് ഇറ്റ്. യു ഡോണ്ട് വാണ്ട്? എന്നാ സ്ഥിരം ഇവിടുന്ന കഴിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും. ഇതിപ്പോ കൊറേ ആയി കഴിച്ചിട്ട്. ഇവര് ചുമ്മാ കഴിക്കാൻ തോന്നുവാ. തല എവിടെ? എന്റെ തല എവിടെ? ഞാൻ അലിഞ്ഞു പോയടാ. കഴിച്ചിട്ട് അലിഞ്ഞു പോകുന്ന ഒരു സാധനം. അലിഞ്ഞു പോയി. അലിഞ്ഞു പോവോ ഇത് കഴിച്ചിട്ട്? ലിവർ ഒരു രക്ഷയില്ല. ലിവർ ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റാ. എന്തെന്ന് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നത്? ഷെഫിനെ ഇങ്ങോട്ട് വിളിച്ചേ. എന്തിനാ മല്ലിപ്പൊടി മുളക്? അമ്മക്ക് അറിയാം. ഒരെണ്ണം കൂടെ പറയേണ്ടി വരും. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കഴിച്ചു. അതുകൊണ്ട് ഞാൻ താൽക്കാലികത്തേക്ക് കട്ട് ചെയ്യുവാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കാര്യമായിട്ടുള്ള വിറ്റാമിൻ ഡി ഒക്കെ പുറത്തുനിന്ന് കൊണ്ടു. ഇനി നമുക്ക് വീണ്ടും ആളിന്റെ ഉള്ളിൽ പോകാം. നല്ല ടാൻ അടിച്ചു. 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ന് എത്രാം തീയതിയാ? അല്ല, ഇനി 3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഇത്രയും വെയിൽ കൊള്ളേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. എന്റെ പൊന്നെ, ഒരു സാധനം. ഇവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ അടുത്തൊരു ലേഡി, ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് എടുത്തു കൊടുക്കാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ അത് പകരം വീട്ടാനായിട്ട് ഫൗസി പോയിട്ട് ഫൗസി അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു. നോക്കാവേ, കാണിച്ചിട്ടാ ആരാത്. ഇവരാണ് കേട്ടോ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചത്. തിരിച്ചവള് അവരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഭയങ്കരീ. അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ പണി കൊടുക്കാനാണെന്ന്. ഇവള് ബെസ്റ്റാന്ന കാര്യത്തില്. മാഡം, we are from India. India. Yeah, you're from Holland. Holland. Poland. Grandfather mother is from India. Your father, Grandfather. grandfather. Okay. ഫൗസി അവരായിട്ട് സെറ്റ് ആയിട്ടാ. We were in Sri Lanka last. And there they were making the art. ഇവിടെ നിൽക്കുമ്പോ അല്ലാത്ത ഫീലാ. ദുബായ് വന്നെന്നുള്ള ഫീൽ കിട്ടുന്ന തന്നെ ബുർജ് ഖലീഫന്റെ താഴെ വന്ന് നിക്കുമ്പോഴാ. ശരിക്കും അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാ. പിന്നെ സത്യം ദുബായ് വന്നെന്നുള്ളത് ഞാൻ തന്നെ ഫീൽ ചെയ്യുന്നത് ഇതിന്റെ അടി വന്ന് നിൽക്കുന്ന സമയത്താണ്. No, she is staying in Qatar, living in Qatar. Living in Qatar, but From India. Full of alcars. അതേത് കാറാന്നൊക്കെ. ക്രിസ്മസിന്റെ സെലിബ്രേഷന് വേണ്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങോട്ട് പോയാലോ? നമുക്ക് ജസ്റ്റ് നോക്കിട്ട് വന്നാലോ? എന്താ നോക്കാലോ. ഇനിയിപ്പൊ ഇങ്ങോട്ട് എപ്പോ വരാനാ? എന്താലേ സ്ക്രീൻ ഇത്രയും ഇങ്ങനെ വൈഡ് ആകുമ്പോഴോ രസം കാണാനും ബാക്ക്ഗ്രൗണ്ട്. ആ സത്യം. നോക്കിക്കേ, ഈ ലൈറ്റ് ഒക്കെ നൈറ്റ് കത്തിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കേ. ലൈറ്റ് കത്തും. അങ്ങനെയല്ല, കത്തുമ്പോ എന്തായിരിക്കും? പൊട്ടിത്തെറിക്കും. അങ്ങനല്ലടാ, അതിന്റെ ആ ഒരു ലൈറ്റിങ്ങിന്റെ ആ ഒരു സംഭവം അല്ലേ, വെളിച്ചം ഇല്ലാതെ. അങ്ങനെ നമ്മൾ അവിടെ കൂടെ നടന്നിട്ട് നേരെ സുഖൽ ബഹറിനകത്തോട്ട് പോകാൻ പോകുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പുറത്തുനിന്ന് നോക്കാം. കൊള്ളാങ്കി കേറാം അല്ലേ? ദുബായ് മാൾ സുഖൽ ബഹർ. ഇവിടെ കൊറേ കഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. ഷീഷ കഫേക്ക്. പിന്നെ ഞാൻ അതേ ഒരു ഏരിയ വന്നിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പണ്ട് കുറേ കാലങ്ങൾക്ക് മുന്നേ. മേഡം ഇത് രാജാ. അല്ലാ, സെയിം ഞാന് ഉസ്ബെക്കിസ്ഥാനിൽ ഇട്ടിട്ട് പോയ സെയിം സ്കേർട്ട് ഒരു പെണ്ണിട്ടിരിക്കുന്നു. നോക്കിക്കേ, ഫൗസിന്റെ അടുത്തിട്ട് ലേഡി നിക്കുന്നില്ലേ, ആ ബ്ലാക്ക് സ്കേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായത് സെയിം. ഇതാണ് ഞാൻ മാക്സിമം ഡ്രസ് വാങ്ങാത്തന്ന്. അൽ ബുർജ് ഖലീഫ.
എന്നാ ഇവിടെ നിന്ന് എടുത്തുതരാം നിനക്ക് 2 ഫോട്ടോ. നീ സങ്കടപ്പെടണ്ട. നമുക്കിനകത്ത് കേറണോടാ. വാട്ട് യു വാണ്ട്? അയ്യോ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ. ബാബ പറയാം. ഞാൻ ഫസ്റ്റ് വാ. വാ വന്നിരുന്നോ. നല്ല ലൈറ്റിംഗ് എടാ. ഗൈസ് ഇത്രയും നേരം ഇവിടെ ഈ ഊഞ്ഞാല് വെറുതെ ഇരിക്കുവായിരുന്നു. ഇപ്പൊ നമ്മൾ ആടിയപ്പോ കുറെ ആൾക്കാർ ഫ്രണ്ട് കൂ നിൽക്കുന്നു. അവർക്കൊക്കെ ഇരുന്ന് ആടണോ അത്രേ. നമുക്കൊരു 3-4 മിനിറ്റ് ഇരുന്ന് ആടാം. നമ്മളെ കിട്ടുന്നുണ്ടാവും. ഇല്ല ഞമ്മള് പോട്ടെ മതി. ഞങ്ങള് മാള് കറങ്ങിട്ട് തീർന്നില്ല. ഞങ്ങൾ എനർജി ഏകദേശം തീർന്നു. ഇനി വയറ്റി കിടക്കുന്ന ഫുഡ് ദഹിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങള് മാള് വിടുന്നു. മാളിനോട് ഞങ്ങൾ അടുത്ത കറാമ വൈബ് പിടിക്കാൻ പോവുകയാണ്. അതോടുകൂടി ഞങ്ങള് അസ്തമിക്കും. ഡിസ്കോ ചായ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടോണം. നമ്മള് കളിക്കണ്ട, അവര് കളിച്ചു കൊണ്ടുവന്നോളും. അപ്പം മാൾ ഓഫ് ദ മാൾ അങ്ങനെ ദുബായ് മാളിന്റെ ബ്ലോഗ് ഞങ്ങള് ദുബായ് മാളിലുള്ള കാര്യഗൗരവങ്ങൾ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. കാരണം അത്രയ്ക്കും തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കാണ്. എവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, ഒരു ഷോപ്പിലെങ്കിലും ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഭയങ്കര പർച്ചേസിംഗ് പ്ലാനിലേക്ക് വന്നതല്ലേ. സത്യം പറ എൽവിയിലൊക്കെ കേറാൻ നിൽക്കുമ്പോ ലൂയി വിച്ചണിൽ കേറാൻ നിൽക്കുമ്പോ ഭയങ്കര അതെ അതെ. ഇത് എന്റെ ഓൾറെഡി 3-4 ട്രിപ്പ് കൈ തരാന്ന് പറഞ്ഞേ. ഒരു ടവറ് മറ്റേ ഇതില്ലേ പ്രാഡയുടെ മറ്റേ ക്രിസ്മസ് ട്രീയുടെ പോലത്തെ ടവറ്. ഞാൻ ഇവിടെ വോഡാഫോണിന്റെ ഡു ആൻഡ് എത്തിസ്ലാത്ത്. ഇവിടെ അതാണ് മെയിൻ. UAക്കാരുടെ മെയിൻ നെറ്റ്വർക്ക് കണക്ഷൻ വരുന്നത് ഡൂന്നും എത്തിസ്ലാത്ത് നിന്നാണ്. വോഡാഫോൺ ഞങ്ങൾ അങ്ങനത്തെ ദാറ്റ് കൈൻഡ് ഓഫ് ചീപ്പ് നാട്ടിൽ തന്നെ എടുക്കുമെന്തോ. You get out. Vodafone already is not here. Why now? I don't know that. നമ്മുടെ ഖത്തറിലുള്ള ഉണ്ട് കേട്ടോ. Your poor Qatar. അല്ല നമ്മളത് എങ്ങോട്ടാ? ചെറിയ കൺട്രിയാണ് കേട്ടോ. കുച്ചിങ്ങാൻ അത്ര ഒരു കൺട്രീനെ കുറിച്ച് പറയാം. ഇവർ 50 കോടിയുടെ കഥയൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടത്തെ ബുഗാട്ടി പറഞ്ഞിട്ടുള്ള ഒരു ദുബായ് വണ്ടി പറയണം 500 മില്യൺ വേണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഉണ്ട് 500 മില്യൺ. എത്ര പൂജ്യമുണ്ടെന്ന് അറിയോ കുട്ടി? How many പൂജ്യമാർ there? ഖത്തറുകാരെ കൊണ്ട് മലയാളം. ഓ എങ്ങനെ പൈസക്കാര് സമ്മതിച്ച്. നമുക്ക് നല്ലല്ല കിട്ടുന്നേ. നിനക്ക് കിട്ടുന്നോ? എനിക്ക് കിട്ടുന്നോ? 50 രൂപ. കല്യാണത്തിന് അല്ലടാ അത് അവിടുത്തെ സ്റ്റാഫാണ്. ഈ പെർഫ്യൂം ഷോപ്പിന്റെ സ്റ്റാഫ്. ഡിസ്കോ ചായ കുടിക്കാൻ പോവാ. അപ്പൊ ഓക്കെ ഗൈസ്, ഇതിനിടയിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കേണിക്കുന്നതായിരിക്കും. ഭയങ്കര ബ്ലിങ് ആണ് ഗൈസ്. എന്റെ പുറകിൽ ഫുള്ളും പെർഫ്യൂംസ് ആണ്. ഒരു 10,000 പെർഫ്യൂംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തോട്ട് പോയി ബ്ലിങ് എന്ന് 10,000 കണക്കിന്. ഓ 10,000 കണക്കിനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറയാൻ. ഓ അതിനെ ഓ തന്നെടേ. എടേ നിങ്ങക്ക് എന്തോന്നാടേ? ഞാൻ ട്രിവാൻഡ്രം ഡേ. ഐ ആം ദ പ്രൗഡ് മലോ ട്രിവാൻഡ്രം ഫ്രം ട്രിവാൻഡ്രം. ഊട്ടി കൊടൈക്കനാലെന്നൊക്കെ. അങ്ങനെ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഒന്നും പറയാനില്ല. ഇവിടെ ഫുള്ളും ബ്രാൻഡഡ് ആണ്. എല്ലാ ബ്രാൻഡിലുള്ള പെർഫ്യൂംസും ബാക്കിലുണ്ട്. എനിക്കിതിലൊരു 3-4-5 ബ്രാൻഡ് മാത്രമേ അറിയുള്ളൂ. ഞാൻ അധികം പെർഫ്യൂം ലവർ ഒന്നും അല്ല. എനിക്ക് പെർഫ്യൂം അലർജി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം പെർഫ്യൂം ഒന്നും യൂസ് ആക്കലില്ല. ഞാൻ കുറച്ച് റെയർ ആയിട്ടുള്ള കുറച്ച് സ്മെല്ല് മാത്രമേ ഞാൻ എടുക്കലുള്ളൂ. ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ല, കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് യൂസ് ആക്കി അറിയൽ വളരെ കുറവ്. എന്തോരം എന്റെ പൊന്നെ എന്തോരം. കൊച്ചു നിനക്ക് ഇതിനകത്ത് വല്ലതും അറിയോ? സാറേ ഞങ്ങളെ വെറുതെ നോക്കാൻ വന്നേ മതി. ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ട് കാണുന്നതെന്ന്. ഗുച്ചി നമ്മള് പിന്നെ ഓൾറെഡി വാങ്ങിച്ചു. ഞാൻ ഇതൊരു യൂസ് ആക്കിയിട്ടില്ല. അത് ഞാൻ യൂസ് ആക്കിയിട്ട് അതിന്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. വെഴ്സാഷ് എനിക്ക് അറിയാം. വെഴ്സാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഡെയ്ലാൻ ബ്ലൂന്റെ.
ഹൈ എൻഡ് ബ്രാൻഡായിട്ട് ഏതൊക്കെയോ മൂലക്കുണ്ട്, കണ്ടാ തിരിയണ്ടേ. ഓക്കെ ശരി, പോവാ. നമുക്ക് ഡിസ്കോ ചായ മറക്കുന്നു കുട്ടി. ഏത് പെണ്ണ ഇവിടെ രസമില്ലാത്ത? അത് പറ. ആകെ 2 എണ്ണം. പെണ്ണ് പോയി ഇത് ഭംഗിയാ. ഇതിനകത്തുനിന്ന് ഇവള് ആരെ കണ്ടാലും എന്ത് ഭംഗിയാ ഈ പെണ്ണിനെ നോക്കി, പെണ്ണിനെ അല്ല, നോക്കി ഞാൻ ഇവളും ശരിക്കും പെണ്ണാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നോർമലി മോളി വരുമ്പോ ഞാനും കൂടുതൽ പെണ്ണുങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇവളും ഞാൻ നോക്കിയപ്പോ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ. ഞാൻ മാത്രമാണ് ഇങ്ങനെയെന്ന് പെണ്ണുങ്ങളെ കാണാൻ വരുന്നതെന്ന്. ഇവളും ഇങ്ങനെയാണോ? എനിക്ക് നമ്മളെ പിറപ്പുള്ള സംശയമുണ്ട്. നിങ്ങളെ ഒരേപോലെ പടച്ചത്. അപ്പൊ ഒരേപോലെ ഒരിക്കലും അല്ല, ഒരുപോലെ അല്ല. പടച്ചത് ഒരുപോലെയാണെങ്കിൽ നമ്മൾ അവരെ നോക്കോ? അയ്യോ, ഞാൻ വീണ്ടും ഡിസ്കോ ചായ മറക്കുന്നു. ഞങ്ങൾ കറാമ ഇന്നലെ വന്നിട്ട് നമ്മള് വൈബ് പിടിച്ചതാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ കറാമ വൈബ് പിടിക്കാൻ എന്തോ ഒരു ഡിസ്കോ കളിച്ചുണ്ടാക്കി ഡാൻസ് കളിച്ച് കലങ്ങിയിരിക്കും. എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ടാന്ന് കൊണ്ടുവന്ന സാധനം കൊള്ളാട്ടെ. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടെ, കുടിച്ചു നോക്കണം. കടുപ്പാണെങ്കിൽ ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡിസ്കോ. മോന്തിക്ക് ഡയറക്റ്റ് ഒഴിക്കണ. നീ തുപ്പരുത്, നീ ഒഴിച്ചോ. ചേഴ്സ് പറയൂ കുട്ടി. ഇത് മറ്റേ ബാംഗ്ലൂരൊക്കെ പോകുമ്പോ കുടിക്കുന്ന ചായ. കൊള്ളാം. ബാംഗ്ലൂർ പോകുമ്പോ കുടിക്കുന്ന മട്ക ടീ അല്ലേ, തന്തൂർ ടീ. അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് ടീ ആണ് ഡിസ്കോ ടീ, ഡിസ്കോ ചായ. കൊള്ളാം. സൂട്. ഇത് എന്റെ സ്ഥിരം കുറ്റിയ സ്ഥലമാണ്. ഞാൻ ഇവിടെ എല്ലാ ദിവസവും രാത്രി വന്ന് നിന്ന് ഇതുപോലെ ഡിസ്കോ ചായ. ഇപ്പൊ റീസെന്റ് ഒരു 1 month ആയിട്ടാണ് ഡിസ്കോ ചായയും റസ്കും കഴിക്കുന്നത്. അതിന് മുന്നേ വരെ കുടിച്ചാലുള്ള ഉപയോഗം എന്ന് പറയുമ്പം നമ്മൾ ഡിസ്കോ ഇത് കുടിച്ചോണ്ട് നമുക്ക് ഡിസ്കോ കളിക്കും. കുട്ടി 2 സ്റ്റെപ്പ് ഇടും. ഇല്ല, ഞാൻ കുടിച്ചില്ലല്ലോ. നമ്മുടെ സ്വന്തം ഖറാമ. അതെ, ഹറാട പാർക്കിംഗ്. ഇവിടെ സ്ഥിരം കുറ്റിയാണ് നമ്മള്. ഇനി ഞാൻ തിരിച്ചെടുക്കട്ടെ, എന്നിട്ടോടെ എനിക്ക് ഡ്രോപ്പ് ചെയ്യേ. ഗൈസ്, വ്ളോഗ് ഇവിടെയും ഷോർട്ട് അവിടെയും. ഓക്കെ, ഷോർട്ട് കണ്ടിട്ട് വ്ളോഗ് എടുക്കാം, വ്ളോഗ് എടുത്തിട്ടില്ല വ്ളോഗ് കാണാം, വ്ളോഗ് കണ്ടിട്ട് വേണമെങ്കിൽ ഷോർട്ട്. ഇത് ചുരുക്കിയിട്ട് കാണണമെങ്കിൽ അങ്ങോട്ട് പോകണം. വിശദമായിട്ട് ഞങ്ങൾ എല്ലാവരുടെയും തള്ളു കേൾക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണം. അപ്പൊ ഈ കുട്ടീനെ കാണാൻ വേണ്ടി എവിടെ പോണോ നോക്കി. എന്നെ കാണാൻ ഖത്തറി പറഞ്ഞു. അങ്ങനല്ലോ. ഐഡിയ. അയ്യോ അയ്യെന്നോ? അയ്യോ എനിക്ക് പോണം മിസ്റ്റർ. അതല്ല വയ്യെന്നല്ല, ഇനി ഞാൻ ഇതൊന്ന് റസ്കും കൂടെ മുക്കിട്ടൊന്ന് കഴിച്ചോക്കട്ടെ. ഇത്ര മതിയോ? തീങ്കിട കുട്ട മുക്കട എന്റെ മുക്കരുത്, കൊല്ലും ഞാൻ. അവരവരിൽ മുക്കുക. ഞാനും മുക്കിട്ട് കുടിക്കട്ടോ. മുക്കിയിട്ടൊരു മുക്കലുണ്ട് സാറേ, മുക്കിയിട്ടൊരു മുക്കലുണ്ട് സാറേ. ചായം കാട്ടി റിസ്ക് കൊള്ളാം. എന്തോരുണ്ടാക്കിയതാ? കൊടുത്തില്ലേ? ഇത് വേറെ ഇവിടെ കടയിൽ നിന്ന് മേടിച്ചോ? തന്നെ കൊള്ളാട്ടാ. ഞാൻ കൊള്ളില്ലാത്ത എവിടെയെങ്കിലും നിന്നെ കൊണ്ടുപോയി വന്നിട്ട്? ഇല്ലടാ. ഞാൻ കൊണ്ടുപോയി നിനക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടായിക ഉണ്ടോ? നീ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ലേ എന്റെ കൂടെ? ഇന്നലെ രാത്രി നമ്മള് ഒരുമിച്ചുള്ള ഉറക്കം 201% ഉറങ്ങാന്നും പറഞ്ഞു ചെന്നുടനെ സംസാരം തുടങ്ങിയതാ. ഞങ്ങള് ആ വ്ലോഗ് വൈൻഡപ്പ് ചെയ്തിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചതാ. പക്ഷെ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കണ്ണടച്ചപ്പം 6:45. പിന്നെ എങ്ങനെയെങ്കിലും കത്തറിട്ട് ഉറങ്ങിയില്ലേ? അതെ. ഗൈസ്, ഞങ്ങൾ ഇതിനിടയ്ക്ക് വീട്ടിൽ പോയി ഡ്രസ്സ് മാറി എയർപോർട്ടിലെത്തി. വീട്ടിൽ ചെന്നതും ഇവിടെ സോയായിട്ട് എന്റെ ക്യാറ്റുമായിട്ട് കളിച്ചതൊക്കെ ഞങ്ങൾ ബ്ലോഗിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചാണ്, മറന്നു. അത് വിട്ടുപോയി. ഫൈനലി വെട്ടൊക്കെ കെട്ടി ഇവിടെ ഞാൻ പറഞ്ഞേക്കാൻ പോണം. മതി, എനിക്കൊരു ദിവസം കൊണ്ട് തന്നെ മതിയായി. പുല്ലൊന്ന് പോയി തരുമോ? പെട്ടെന്ന് നടക്കുവാ. ഫ്ലൈറ്റ് അങ്ങനെ മിസ്സായി. ഈ ദിവസം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. സത്യം പറയാലോ, ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല.
പക്ഷെ എന്റെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. കൊല്ല്. ഒരു ഇന്റർനാഷണൽ ലെവൽ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഒരു താമസം, ഡിന്നർ, ഒരു 1 day എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാല് ഭയങ്കര സന്തോഷായി. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. അവള് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് കുട്ടാ. ഞാൻ ഖത്തറിൽ പോയപ്പം 2 ദിവസം ഫൗസിനൊപ്പം ഉണ്ടായിരുന്നു. മീൻസ് ഞങ്ങൾ സ്റ്റേ ഒന്നും ആക്കിയില്ല. 2 ദിവസം നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ പോയി. അപ്പം ഞാൻ ഫൗസിനോട് പറഞ്ഞു, നീ ദുബായിക്ക് വരാണെങ്കിൽ എന്നെ അറിയിക്കണേന്ന്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉടനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നു, കെട്ടിയെടുക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് എന്നെ ഭയങ്കരമായിട്ട് ഷോക്കാക്കിച്ച്. സാരല്ല, ഞങ്ങൾ കരഞ്ഞടിച്ച് അടിപൊളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫുൾ എൻജോയ് ആയിരുന്നു. ആൻഡ് ഫുഡെല്ലാം കഴിച്ച് റെഡിയായി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ സെൻഡ് ഓഫ് ചെയ്യാം. പെറഞ്ഞിരിക്കാം. എന്നെ പെട്ടി കയറ്റി വിടാൻ പോണ കേസ്. അതെ, പ്യോലിസ് വണ്ടിയാണ്. സോ സേഫായിട്ട് ഇവിടെ ഞങ്ങളെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തിച്ചിട്ടുണ്ട്. മരിയയ്ക്ക് അവിടെ പോയി ഇറങ്ങിക്കോണം. അല്ലല്ല, 21 9:15 നമ്പർ FZ020. അയ്യോ, നമ്മുടെ കുട്ടി പോവാണോടാ. ബോഡി പാസ് കിട്ടിയില്ല. തോന്നുന്നത് അവിടെ കിയോസ്കിൽ പോയിട്ട് ഞങ്ങൾ കുറെ കുത്തി അവസാനം തളർന്നപ്പോൾ അവര് പറഞ്ഞു കൗണ്ടർ. നേരത്തെ പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് കാലി കഴിക്കായിരുന്നു എന്ന്. എന്നാ പൊന്നുമോൾ അവിടെ പൊക്കോ, കോപ്പി കിട്ടുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാം. അപ്പം സഹൃദകരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ വ്ളോഗിന് ഒരു തുടർച്ച ഉണ്ടാവുന്നതല്ല. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ. ഒന്ന് നോക്കി നോക്കോ. ബൈ പറ. ബൈ.